ചങ്കൂറ്റവും ദീർഘവീക്ഷണവും നട്ടെല്ലുമുള്ളവര് നാട് ഭരിക്കാൻ ഇറങ്ങിയാൽ നാട് നന്നാവും. സംശയം എന്താണ്? നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയും ജമ്മു കാശ്മീരിലെ സമാധാനവുമെല്ലാം അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് മോദി ഭരണകൂടത്തിനല്ലാതെ മറ്റാർക്കാണ്? ഞാൻ അതിലേക്ക് വരാം. അതിനു മുന്നേ എന്തുകൊണ്ടത് പറഞ്ഞു എന്ന് പറയണമല്ലോ. ജമ്മു കാശ്മീർ കത്തുകയാണ്. ആസാദ് കാശ്മീർ എന്ന് പാകിസ്ഥാൻ വിളിക്കുന്ന ഭാഗത്തും ഗിൽജിത് ബാൾട്ടിസ്ഥാൻ എന്ന് വിളിക്കുന്ന ഭാഗത്തും ജനങ്ങൾ തെരുവിലാണ്. ശക്തമായ പ്രതിഷേധം. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും കൊടുക്കാത്തതുകൊണ്ട്, ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. തങ്ങളുടെ മേൽ ഒരു അവകാശവും അധികാരവും പാകിസ്ഥാൻ സർക്കാരിനില്ല എന്ന് പറയാണ് അവര്. പരസ്യമായിട്ട് തങ്ങളുടെ നാടിനെ അനധികൃതമായി കൈവശപ്പെടുത്തി വയ്ക്കാൻ ശ്രമിക്കുകയാണ് പാകിസ്ഥാൻ ഭരണകൂടം എന്ന് അവർ തുറന്നടിക്കുകയാണ്. ഇതൊന്നും സഹിക്കാതെ നിയന്ത്രണം വിട്ട് പാകിസ്ഥാൻ നടത്തിയ വെടിവെപ്പിൽ പാക് അധീന കാശ്മീരിലെ 12ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. ഒന്ന് ആലോചിക്കണം, ഒരു ഇസ്ലാമിക രാജ്യമാണ് പാകിസ്ഥാൻ. പാക് അധീന കാശ്മീരിലെ മെജോറിറ്റിയും ഇസ്ലാം മത വിശ്വാസികളാണ്. എന്നിട്ടും അവർ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങിയത് എന്തുകൊണ്ടായിരിക്കും? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാൻ മതത്തിനെ എല്ലാ കാലത്തും ജനങ്ങളെ ഒന്നിപ്പിക്കാനും ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാനുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പാക് ഭരണകൂടങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അന്നും ഇന്നും അത് തന്നെയാണ് അവസ്ഥ. പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ ഇന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്നുണ്ട്. പാകിസ്ഥാൻ കാലമത്രയും അവരോട് പറഞ്ഞുകൊണ്ടിരുന്നത് പച്ച കള്ളമായിരുന്നുവെന്ന്. ഇന്ത്യയിൽ ഹിന്ദുത്വവാദിയായ നരേന്ദ്രമോദി വന്നു കഴിഞ്ഞാൽ ഇന്ത്യ അടിമുടി അങ്ങ് മാറിപ്പോവും. ഇന്ത്യയിൽ സമാധാനത്തോടെ ജീവിക്കാൻ ന്യൂനപക്ഷങ്ങൾക്ക് കഴിയില്ല. കാശ്മീരിൽ കലാപങ്ങൾ ഉണ്ടാവും, ജനങ്ങൾ വളരെയധികം കഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയാനകമായ പ്രചാരണമാണ് പാകിസ്ഥാന്റെ ഉള്ളിൽ നടന്നത്, പാക് അധീന കാശ്മീരിൽ ഉൾപ്പെടെ. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. 2019 മോദി ഗവൺമെന്റ് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ സമയത്ത് വലിയ പ്രതിഷേധം പാകിസ്ഥാൻ ഉയർത്തി. പാക് അധീന കാശ്മീരിലും പ്രതിഷേധങ്ങൾ ഉണ്ടായി മോദി ഗവൺമെന്റിനെതിരെ. എന്തിന്? നമ്മുടെ നാട്ടിലെ ചില പ്രതിപക്ഷ നേതാക്കൾ, പ്രതിപക്ഷ പാർട്ടികളൊക്കെ ശക്തമായിട്ടാണ് അതിനെ എതിർത്തത്. മോദിയുടെ തീരുമാനം കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് അകറ്റുമെന്നും ഇന്ത്യയെ വീണ്ടും വിഭജിക്കുമെന്നും പറഞ്ഞ മഹാന്മാര്, വിവരദോഷികൾ വരെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പൊ എവിടെയാണെന്ന് പോലും നമുക്ക് അറിയില്ല. ഇവരൊക്കെ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നൊന്നും അറിയത്തുമില്ല. സോ അങ്ങനെയുള്ള വിവരദോഷികൾ പോലും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷെ സംഭവിച്ചത് എന്താണ്? 370 റദ്ദാക്കിയതിന് ശേഷം ജമ്മു കാശ്മീരിൽ ഉണ്ടായ വികസനവും ഇന്ന് ആ നാടിന്റെ അവസ്ഥയും ആരെയും അമ്പരപ്പിക്കുന്നതാണ്. അതായത് ക്രമസമാധാന നിലയിലുണ്ടായ പുരോഗതി തന്നെ എടുക്കാം. കല്ലേറുകളും ഭീകരവാദ ഫണ്ടിങ്ങും കാരണം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ജമ്മു കാശ്മീർ ഇന്ന് പൊതുവെ ശാന്തമാണ്. ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ടൂറിസ്റ്റുകളാണ് ഇന്ന് കാശ്മീരിലേക്ക് ഒഴുകുന്നത്. അവിടുത്തെ സാധാരണക്കാരുടെ വരുമാനവും വർദ്ധിച്ചു. അപ്പൊ ജീവിത നിലവാരം കൂടി, യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ കിട്ടി, വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഒരുങ്ങി, പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി. പോലീസിലും പട്ടാളത്തിലും അടക്കം കശ്മീരികൾ വലിയ താല്പര്യത്തോടെ വരാനായിട്ട് മുന്നോട്ട് വരുന്നു. ഇപ്പോ ജമ്മു കാശ്മീർ ശാന്തമാണ്. ഇന്ത്യയുടെ ആത്മാവിലേക്ക് അവർ ലയിച്ചു ചേർന്ന് കഴിഞ്ഞു. അവർ തിരിച്ചറിഞ്ഞു അവരുടെ യഥാർത്ഥ പൈതൃകം എവിടെയാണ്, അവരുടെ യഥാർത്ഥ സംസ്കാരത്തിന്റെ വേരുകൾ എവിടെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവരങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമായി പൂർണ്ണമായി മാനസികമായിട്ട് അവർ ഇഴുകിച്ചേരുകയാണ്. ശരിയാണ്, എല്ലാവരും 100% ആളുകളും അതിനോട് പൊരുത്തപ്പെട്ടു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ മെജോറിറ്റി ഇന്ത്യയുടെ ആത്മാവിനോട് ചേർന്ന് കഴിഞ്ഞു. അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? ജമ്മു കാശ്മീരിലെ ജനങ്ങളെ കാലാകാലങ്ങളായിട്ട് ഭരിച്ചവർ പറ്റിക്കായിരുന്നു. അതോടൊപ്പം പാകിസ്ഥാനും പാക് അധീന കാശ്മീരിലെ സംഘടനകളും അവരെ പറ്റിക്കായിരുന്നു. യഥാർത്ഥ വികസനം എന്താണെന്നും ജീവിത നിലവാരം എങ്ങനെയാണ് മാറുക എന്നും മോദി അവർക്ക് കാണിച്ചു കൊടുത്തു. കൺമുന്നിൽ കാണുന്ന വികസനത്തെയും സ്വന്തം ജീവിതം അവർ പോലും അറിയാതെ മെച്ചപ്പെടുന്നതിനെയും അവർക്ക് എങ്ങനെയാണ് നിഷേധിക്കാൻ കഴിയുക? അവർ ശരിക്കും യാഥാർത്ഥ്യം മനസ്സിലാക്കി. ഇത് സഹിക്കാൻ വയ്യാതെ, ജമ്മു കാശ്മീരിൽ സമാധാനം ഉണ്ടാവുന്നത് സഹിക്കാൻ വയ്യാതെയാണ് ഈ പാകിസ്ഥാൻ ഒരു ഭീകരാക്രമണം അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ പഹൽഗാമിൽ അത് നടത്തിയത്. അവിടെ അവർ ബുദ്ധിപരമായിട്ട് ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അവരത് ചെയ്തതെന്ന് കാണിക്കാൻ മതം നോക്കി ആളുകളെ കൊന്നു. പക്ഷെ ജമ്മു കാശ്മീരിലെ ജനത അപ്പോഴേക്കും വസ്തുത മനസ്സിലാക്കി. മെജോറിറ്റിക്കും മനസ്സിലായി ഇതൊരു ചതിയാണെന്ന്, അവരുടെ വയറ്റത്തടിക്കാനുള്ള പണിയാണെന്ന്. ഒടുവിൽ അതവർ തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ കൂടുതൽ കലാപങ്ങൾ ഉണ്ടായില്ല, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. ജമ്മു കാശ്മീർ വീണ്ടും ശാന്തമായി. അവിടെ ഇന്ന് ടൂറിസ്റ്റുകൾക്ക് ഭയമില്ലാതെ പോകാൻ പറ്റുന്ന ഒരു സ്ഥിതി വീണ്ടും ഉണ്ടായി. എന്നാൽ പാകിസ്ഥാൻ കയ്യേറിയ കാശ്മീരിലെ അവസ്ഥ എന്താണ്? അവിടെ ഭക്ഷണമില്ലെന്നേ. ബാക്കി എല്ലാം പോട്ടെ, ടൂറിസ്റ്റുകൾ വരുന്നോ ഇല്ല എന്നുള്ളതിലുപരിയായിട്ട് പൈസ ഉള്ളവർക്കും വാങ്ങാൻ ഭക്ഷണം ഇല്ല. അവിടെ ഗോതമ്പില്ല, അടിസ്ഥാനമായിട്ട് വേണ്ട യാതൊരു സാധനങ്ങളും കിട്ടുന്നില്ല, വൈദ്യുതി കിട്ടുന്നില്ല, ഉള്ളതിനൊക്കെ ലോകത്തില്ലാത്ത വിലയും. ജനങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല. അവർ ശരിക്കും ശ്വാസം മുട്ടുകയാണ്. പാകിസ്ഥാൻ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ചത് POKയിലെ ജനങ്ങളെയാണ്. സ്വന്തം വിഭവങ്ങൾ
പാകിസ്ഥാൻ കൊള്ളയടിക്കുകയാണെന്ന് അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു. ഇതിനെതിരെ പ്രതിഷേധിക്കുന്ന ജനങ്ങളെ പാക് സൈന്യം തീവ്രവാദികളെന്ന് വിളിച്ചു. ആര്? യഥാർത്ഥ തീവ്രവാദികൾക്ക് പാലും ചോറും കൊടുക്കുന്ന അതേ പാകിസ്ഥാൻ പ്രതിഷേധിക്കുന്ന ജനങ്ങളെ തീവ്രവാദികളെന്ന് വിളിച്ചു. ഇത് പ്രതിഷേധം വർദ്ധിക്കുന്നതിന് കാരണമായി. 370 അനുച്ഛേദം എടുത്തുമാറ്റി മോദി സർക്കാർ കാശ്മീരിനെ ഇല്ലാതാക്കുമെന്ന് പ്രചരിപ്പിച്ച അതേ പാകിസ്ഥാന്റെ മുന്നിൽ, പാകിസ്ഥാനിലെ പട്ടാളക്കാരുടെ മുന്നിൽ പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ തെരുവിലിറങ്ങി പട്ടിണി കിടന്ന് സമരം ചെയ്യുമ്പോൾ ഇന്ത്യൻ കാശ്മീരിലെ ജനങ്ങൾ ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ അവർ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അതായത് പാകിസ്ഥാനിലെ ജനങ്ങൾ ഗോതമ്പിനും വൈദ്യുതിക്കും ആഹാരത്തിനും വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത്. അതേ സമയത്ത് ഇന്ത്യയിൽ കാശ്മീരിലെ ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നു. അവിടെ വികസനമുണ്ട്, ഭക്ഷണമുണ്ട്, വൈദ്യുതിയുണ്ട്. ആ മേഖല വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന്, ഇനിയും പാകിസ്ഥാന്റെ അടിമകളായി കഴിയാൻ പറ്റില്ല എന്ന്. അവരിപ്പോൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് അവരുടെ കശ്മീരിലെ സഹോദരങ്ങളോടൊപ്പം ഒത്തുചേരണമെന്നാണ്. ഗിൽജിത് ബാൾട്ടിസ്ഥാനിലെയും അസാദ് കാശ്മീരിലെയും ജനങ്ങൾ ഇന്ത്യൻ കാശ്മീരുമായിട്ട് യോജിക്കാൻ ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതത്ര എളുപ്പമല്ല. അതിന് അവർ തന്നെ തെരുവിലിറങ്ങേണ്ടി വരും. ഇപ്പോൾ നടക്കുന്നതും അത്തരമൊരു മൂവ്മെന്റ് ആണ്. ഇനി ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വന്നാൽ, ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരി അധികാരത്തിൽ വന്നപ്പോൾ അസാധ്യമെന്ന് എല്ലാവരും വിധി എഴുതിയതിനെ സാധ്യമാക്കി കാശ്മീരിൽ സമാധാനം കൊണ്ടുവന്നു. അതാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭരണാധികാരിയെ വ്യത്യസ്തനാക്കുന്നത്. ഇനി പാകിസ്ഥാന്റെ അവസ്ഥയോ വളരെ കഷ്ടമാണ്. എന്ന് വെച്ചാൽ ബലൂചിസ്ഥാന്റെ 85% പാക് ഗവൺമെന്റിനും സൈന്യത്തിനും നഷ്ടമായി. ബലൂജ് ലിബറേഷൻ ആർമിയുടെ കൺട്രോളിലാണ്. അത് സ്വതന്ത്ര രാജ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഖൈബർ പക്തൂൺഖ മേഖലയിൽ തഹ്രീക്കി താലിബാനും അതുപോലെ തന്നെ പഷ്തൂൺ വിഭാഗവും കൈയാളുകയാണ് ആ പ്രദേശം. അവരവിടെ സ്വന്തം വ്യോമസേന വരെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് പാകിസ്ഥാന്റെ ഉള്ളിൽ 2 രാജ്യങ്ങൾ ഓൾറെഡി പിറന്നു. മൂന്നാമത് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യത്തിനായിട്ട് POKയിൽ രക്തരൂക്ഷിതമായ പോരാട്ടം നടക്കുകയാണ്. ഇതിനിടയിൽ സൈലന്റ് ആണ് എങ്കിലും ആരും മറക്കേണ്ട, ഈ സിന്ധിലെ ജനങ്ങൾ, സിന്ധ് ദേശിനായിട്ട് അവരും തെരുവിലിറങ്ങുന്ന നാളുകൾ അധികം കാത്തിരിക്കേണ്ടി നമ്മൾ വരില്ല. സിന്ധിലെ ജനങ്ങൾ അവരുടെ രോഷം കടിച്ചമർത്തി കഴിയുകയാണ്. കാരണം പഞ്ചാബ് ഇവരുടെ റിസോഴ്സസ് കൂടി എടുത്തുകൊണ്ട് പോവാണ്. പഞ്ചാബ് പ്രവിശ്യ വലിയ രീതിയിലുള്ള പ്രതിഷേധം അതിലവർക്കുണ്ട്. അപ്പൊ സിന്ധ് ദേശം വേണമെന്ന് പണ്ട് വളരെ ഉറച്ചു വാദിച്ചിരുന്ന സിന്ധിലെ ജനങ്ങൾ ഇടയ്ക്കൊരു വേളയിൽ വെച്ച് അതങ്ങ് ഉപേക്ഷിച്ചുവെങ്കിലും ഇപ്പൊ വീണ്ടും ആ സിന്ധു ദേശം എന്ന് പറയുന്ന വാദം അവിടെ പൊങ്ങി വരികയാണ്. അപ്പൊ പാകിസ്ഥാനിൽ സിന്ധ് ദേശ്, ബലൂചിസ്ഥാൻ, ഖൈബർ പക്തൂൺഖ മേഖല വിഭജിച്ച് പഷ്തൂൺ സ്ഥാൻ എന്ന് പറഞ്ഞിട്ടൊരു രാജ്യം. അതേ സമയത്ത് പാക് അധീന കാശ്മീർ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള കലാപം ശരിക്കും പാകിസ്ഥാൻ 4ഉം 5ഉമായി വെട്ടിമുറിക്കപ്പെടുകയാണ്. അതായത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 2ആയി വെട്ടിമുറിക്കപ്പെട്ടുവെങ്കിൽ മോദിയുടെ കാലത്ത് 4ആയോ 5ആയോ വെട്ടിമുറിക്കപ്പെടാനുള്ള ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ് പാകിസ്ഥാൻ. ഇതിനെ അതിജീവിക്കാൻ അവർക്ക് കഴിയുമോ എന്നത് കണ്ടു തന്നെ അറിയണം. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ അധികകാലം ഈ അവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.